വന്താരയിൽ നിന്നും ഒരു ജോഡി സീബ്രകൾ നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 9:30-ക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔപചാരികമായി സീബ്രകളെ തുറന്നുവിടും. 9 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിൽ സീബ്രകൾ എത്തുന്നത്. സനിസ ശോഭാചന്ദ്രൻ നമുക്കിപ്പം തത്സമയമുണ്ട്. സനിസ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ തന്നെ സീതയുടെ ഓർമ്മകളിലായിരുന്നു ഇതുവരെയും തിരുവനന്തപുരം മൃഗശാല. സീത പ്രായാധിക്യത്തെ തുടർന്ന് ചത്തതിന് പിന്നാലെ ഈ തിരുവനന്തപുരം മൃഗശാലയിൽ പിന്നീട് ഒരു സീബ്രയുടെ കുളമ്പടി കേൾക്കാൻ 9 വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നത്. അങ്ങനെ ഇപ്പോൾ സന്ദർശകർക്ക് ഈ ഓണക്കാലത്ത് പുതിയൊരു സമ്മാനം കൂടി നൽകുകയാണ് തിരുവനന്തപുരം മൃഗശാല അധികൃതർ. അതേ, ഓണക്കാലത്ത് തിരുവനന്തപുരം മൃഗശാലയിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 2 സിംഹക്കുട്ടികളെ തുറന്ന കൂട്ടിലേക്ക് വിട്ടത് നമ്മൾ കണ്ടു. എല്ലാ കാഴ്ചക്കാർക്കും വലിയ കൗതുകമാണ് ഇപ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഇതാ വൻതാരയിൽ നിന്നും കൊണ്ടുവന്ന സീബ്രകളെ, ഇപ്പോൾ ഒരു സീബ്രയെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരു സീബ്രയെ തുറന്നു വിട്ടിട്ടുണ്ട്. അതേപ്പോൾ തുറന്ന കൂട്ടിൽ പ്രത്യേകം ക്വാറന്റൈൻ ചെയ്ത തുറന്ന കൂട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ 2 കുതിരകളെ മറ്റൊരു ക്യാബിനായിട്ട് ഒരു 2 കുതിരകൾ കൂടിയുണ്ട്, 2 സീബ്രകൾ കൂടിയുണ്ട്. അവയെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാനും നിമിഷങ്ങൾക്കകം ഇപ്പോൾ അവയെ തുറന്നുവിടും, തുറന്ന കൂട്ടിലേക്ക് മാറ്റും. അതിനുള്ള കാർപ്പന്റർമാർ അതിനുള്ള പണികളിൽ മുഴുകിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ സീബ്രകൾ ഈ തുറന്ന കൂട്ടിലേക്ക് എത്തും. സേതു, 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരത്തിൽ സീബ്രകൾ, സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീതയുടെ പ്രായാധിക്യം മൂലം മരിച്ചതോടെ തിരുവനന്തപുരം മൃഗശാലയിൽ സീബ്രകൾ ഇല്ലായിരുന്നു. ഇപ്പോൾ 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 3 സീബ്രകളെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് ഗുജറാത്ത് വൻതാരയിൽ നിന്നും എത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 5:15 കൂടിയാണ് വൻതാരയിൽ നിന്നും പ്രത്യേകം സജ്ജീകരിച്ച 2 ആംബുലൻസിൽ വെറ്റിനറി സർജന്മാരുടെ ഇതോടുകൂടി അവർക്കൊപ്പം പ്രത്യേകം സഞ്ചരിച്ച ആംബുലൻസിൽ സീബ്രകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇതാ പ്രത്യേകം സഞ്ചരിച്ച കൂട് തുറന്ന കൂട്ടിലേക്ക് ക്വാറന്റൈൻ ചെയ്ത് എല്ലാ തരത്തിലുള്ള സാനിറ്റൈസിംഗ് സജ്ജീകരണം ചെയ്ത കൂട്ടിലേക്ക് ഇപ്പോൾ സീബ്രകൾ തത്സമയം നമ്മൾ കാണുന്നത് ഇപ്പോൾ സീബ്രകളെ തുറന്നുവിട്ട ദൃശ്യങ്ങളാണ്. ഇപ്പോൾ 3 പേരും വൻതാരയിൽ നിന്ന് കൊണ്ടുവന്ന 3 സീബ്രകളും തുറന്ന കൂട്ടിൽ ഓടിക്കളിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച എന്ന് തന്നെ പറയണം. ഈ ഓണക്കാലത്ത് ഈ തുറന്ന കൂട്ടിൽ നിന്നും പ്രത്യേകം ക്വാറന്റൈൻ ചെയ്ത ഈ കൂട്ടിൽ നിന്നും സന്ദർശകർക്ക്, കാഴ്ചക്കാർക്ക് ഈ സീബ്രകളെ കാണാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം. തിരുവനന്തപുരം സൂവിന്റെ ഒരു മൊത്തത്തിൽ ഒരു കളർഫുൾ ആവുകയാണ് ഈ ഓണത്തിൽ എന്ന് തന്നെ പറയാം. 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സീബ്രകൾ എത്തുന്നത്. പകരം വൻതാരയിലേക്ക് ഈ സീബ്രകളെ നൽകിയത് കൊണ്ട് തന്നെ വൻതാരയിലേക്ക് കരിങ്കുരങ്ങ്, അതുപോലെ തന്നെ ആൺ സിംഹവാലൻ കുരങ്ങിനെയും ഒരു രാജവെമ്പാലയെയും വൻതാരയിലേക്ക് നൽകും. ഈ 3 സീബ്രകളെയും 2 ആംബുലൻസിൽ പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിലാണ് ഗുജറാത്ത് വൻതാരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. 3 ദിവസത്തെ യാത്രയായിരുന്നു. ആ ആംബുലൻസിൽ തന്നെയായിരിക്കും സിംഹവാലൻ കുരങ്ങിനെയും രാജവെമ്പാലയും ഗുജറാത്തിലേക്ക് വൻതാരയിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ 3 സീബ്രകളെയും തുറന്നു വിട്ടിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സേതു. ഓക്കെ, ശരി സനിസ, ശരി. അപ്പം ഇത്തവണ ഈ ഓണക്കാലത്ത് തിരുവനന്തപുരം സൂവിൽ എത്തുന്നവർക്ക് ഒരുപാട് വിശേഷങ്ങളാണ്, ഒരുപാട് കാഴ്ച വിരുന്നാണ് തിരുവനന്തപുരം സൂ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. 2 സീബ്രകൾ കൂടി തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും കാലം കഴിഞ്ഞ 9 വർഷമായിട്ട് സീതയുടെ ഓർമ്മകളിലായിരുന്നു, അല്ലെങ്കിൽ ഒരു കുളമ്പടി കേട്ടിട്ട് 9 വർഷമായി തിരുവനന്തപുരം സൂ. അങ്ങനെ 3 അതിഥികൾ കൂടി അവിടെ എത്തിയിരിക്കുന്നു.